ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. തൃപ്പങ്ങോട് പഞ്ചായത്തിലെ ഈ 5-ാം വാർഡിൽ നാളിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത്. അവിടെ ഈ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ആളുടെ ക്വാർട്ടേഴ്സിൽ പിന്നെ അതിന് 1-ാമത്തെ നിലയിൽ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്കൊരു 10 മണി സമയത്താണ് നമുക്ക് വിവരം കിട്ടുന്നത്. നമ്മൾ നേരെ അവിടെ പോയതിന് ശേഷം അവരുടെ ബന്ധുക്കളെ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു, ഇതിൻ്റെ മൊഴി വരാൻ വേണ്ടിയിട്ട് വിട്ടു. അപ്പോൾ ഞങ്ങളവിടെ സീൻ ഗാർഡ് ചെയ്ത് അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ആ റൂം തുറന്നു കിടക്കുന്നുണ്ട്. ഈ പിന്നെ മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞ ആളാണ്. അയാൾ അവിടെ മരിച്ച് മലർന്ന് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ആ തറയിൽ നിറയെ ബ്ലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ വിവരം വെച്ചാൽ അന്ന് തലേ ദിവസം ഈ സംഭവം വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഇതിനകത്ത് 2 പേരുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ഈ മുഹമ്മദ് ഷാഫിയുടെ ഒരു സുഹൃത്തുണ്ട്, അത് ബംഗാൾ സ്വദേശിയാണ്, താരിഖുൽ ഹക്ക് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ അയാൾ അവിടുന്ന് മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത് ഈ സംഭവം അന്ന് രാവിലെ ഇതിൻ്റെ കടയുടെ ഉടമസ്ഥൻ അവിടെ ചെന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന് പറമ്പുണ്ട് ഇതിൻ്റെ ഇവിടെ ചേർന്ന്, അവിടെ പച്ചക്കറി നനയ്ക്കാൻ ചെന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ മുഹമ്മദ് ഷാഫിയുടെ സൈക്കിൾ അവിടെ താഴെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ താഴെ നിലയിൽ അവിടെ കോഴിക്കടയാണ് നടത്തുന്നത്. ഒരു സക്രിയ എന്ന് പറഞ്ഞ ആളും അയാളുടെ തന്നെ ഒരു കോഴിക്കടയും അതിനോട് ചേർന്ന് പലചരക്ക് കടയാണ്. അപ്പോൾ അദ്ദേഹം അത് ആരെയാണെന്ന് ചോദിച്ചപ്പം ഇത് പിന്നെ ഷാഫിയുടെ എന്ന് പറഞ്ഞ കാരണം ഇവർ മുകളിലുണ്ടെന്നുള്ള ധാരണയിൽ അവിടെ മുകളിൽ ചെന്നു നോക്കിയപ്പോൾ അവർ ജനലിൽ കൂടെ നോക്കിയപ്പോൾ കണ്ട ഇത് ഇങ്ങനെയാണ്. അതായത് 2 പേരിങ്ങനെ ഡ്രസ്സൊന്നുമില്ല, അങ്ങനെ പിന്നെ കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് കണ്ടത്. അപ്പോൾ റൂമിൽ നിന്ന് റൂം ഉള്ളിൽ നിന്ന് അടച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് തുറക്കാൻ പറ്റാത്ത കാരണം ഇവർ ജനലിൽ കൂടെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇവരെ മേത്തേക്ക് തളിച്ചു. അപ്പോൾ ഈ വെള്ളം തളിച്ചതിന് ശേഷം ഈ മറ്റേ ബംഗാളി അവിടെ നിന്ന് എണീറ്റിട്ട് വാതിൽ തുറന്ന് ഡ്രസ്സൊക്കെ മാറി ആൾ പെട്ടെന്ന് പുറത്തേക്ക് പോയി. അപ്പം അതിനുശേഷം ഇവർ താഴോട്ട് പോയി. പക്ഷേ ഇദ്ദേഹം വരുന്നത് കാണാനില്ല. ഷാഫി എണീറ്റ് വരാത്ത കാരണം വീണ്ടും വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ റൂമിൽ നോക്കുമ്പോൾ ബ്ലഡ് കാണുന്നത്. അപ്പോൾ ഉടനെ ഇവരെ ഈ ഷാഫിയുടെ വീട് ഇതിൻ്റെ തൊട്ട് പുറവശത്ത് 2 വീട് അപ്പുറമാണ്. അപ്പോൾ ഇവർ പോയിട്ട് ഇവരെ വീട്ടിൽ പോയിട്ട് പറഞ്ഞ് ഇവരെ ഭാര്യയും കൂട്ടിയിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ചോര എടുക്കേണ്ട അദ്ദേഹം വിളിച്ചിട്ട് അനക്കമില്ല. അപ്പം മരിച്ചു എന്നുള്ളൊരു പിന്നെ ഇതായി. അപ്പം അതിനുശേഷം പിന്നെ ഇവിടെ വന്ന് നമ്മൾ മൊഴി പറഞ്ഞതനുസരിച്ച് നമ്മളവിടെ വന്നു. അവിടെ ചെന്ന് അന്വേഷിച്ച് പിന്നെ ഈ പോയ ആളെ കുറിച്ച് തിരക്കിപ്പോൾ അവൻ 2 മാസം മുമ്പ് അവിടെ താമസിച്ചിരുന്നതാണ് ഈ പറഞ്ഞ ക്വാർട്ടേഴ്സിൽ. പിന്നെ അവിടെ ഈ മദ്യപാനവും കാര്യങ്ങളൊക്കെ കാരണം വീട്ടുടമസ്ഥൻ അയാളെ ഒഴിവാക്കിയതാണ്. അപ്പോൾ അതിനുശേഷം മുകളിൽ വേറെ ആരും താമസം ഉണ്ടായില്ല. അപ്പം പിന്നെ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മൾ ട്രേസ് ചെയ്തു. അത് പിന്നെ കടയുടെ ഉടമസ്ഥൻ്റെ കയ്യിൽ ഇദ്ദേഹത്തിൻ്റെ ID പ്രൂഫ് ഉണ്ടായിരുന്നു, മുമ്പ് അവിടെ താമസിച്ച കാരണം. അപ്പോൾ ആ ID പ്രൂഫ് എടുത്ത് ഞങ്ങൾ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്ത് ഞങ്ങൾ ലൊക്കേഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ ഇദ്ദേഹത്തിനെ താമസിച്ച ഹംസ എന്ന് പറഞ്ഞ ആലത്തൂർ ഹംസ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അയാളെ കണ്ട്. അത് കാണുന്ന സമയത്ത് ആൾ നല്ല നല്ല മദ്യലഹരിയിലായിരുന്നു. പിന്നെ അയാളെ കൊണ്ടുവന്ന് ആളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ ഇയാളിത്തിരി ഭയങ്കര വയലൻ്റായി തലയ്ക്കും ജീപ്പിലേക്ക് അടിച്ചു. പിന്നെ ഞങ്ങൾ വണ്ടിയിലിരുന്ന ഹെൽമെറ്റ് തലയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പോൾ ആ സമയം തുടങ്ങി ഈ മദ്യത്തിൻ്റെ ഒരു ലഹരിയിൽ, പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം ഈ കേസിൽ ഉൾപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള രീതിയിലാണ് പോലീസിനെ ഒരു ഭീഷണിപ്പെടുത്താനുള്ള രീതിയിലാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴും അതിലും വയലൻ്റായി. അപ്പോൾ ഇതേ സംഭവം എന്നെ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു വെച്ചാൽ ഈ സംഭവം ഇവർ 2 പേരും മരം വെട്ട് തൊഴിലാളികളായിരുന്നു. അപ്പോൾ മരം വെട്ടുന്നതിനായിട്ട് ബന്ധപ്പെട്ട് ഈ താരിഖുൽ ഹക്കാണ് ആക്ച്വലി മെയിനായിട്ട് പണിയെടുക്കുന്നത്. അപ്പോൾ അയാൾക്കാണ് കൂടുതൽ പൈസ കിട്ടുന്നത്. ഇതിനെ അസിസ്റ്റ് ചെയ്യാനാണ് ഷാഫി പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം 1000 രൂപ വെച്ച് ദിവസം കിട്ടും. ഇദ്ദേഹത്തിന് 1000 രൂപയുള്ളൂ. അപ്പം പലപ്പോഴായിട്ട് ഷാഫി പല ആവശ്യങ്ങൾക്ക് ഇദ്ദേഹത്തിന് പൈസ കടം വാങ്ങിക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പം മദ്യപിക്കുന്ന സ്വഭാവമുണ്ട് അവർക്ക്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോൾ ഈ 23-ാം തീയതി വരുന്ന 23-ാം തീയതി ആൾക്ക് ബംഗാളി പോകണം. അവിടെ തിരഞ്ഞെടുപ്പാണ്, അവിടെ വോട്ട് ചെയ്യാൻ പോകണം. അതിന് മുമ്പായിട്ട് പൈസ ചോദിച്ചിരുന്നു. ഈ സംഭവ ദിവസം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അന്ന് തലേ ദിവസം പണി കഴിഞ്ഞിട്ട് ഇവരിവിടെ വന്ന് 2 പേരും കൂടി വന്ന് ബീവറേജിൽ പോയിട്ട് മദ്യം വാങ്ങിച്ചതിന് ശേഷം ഷാഫി വീട്ടിൽ പോയി. പിന്നെ ഈ താരിഖുൽ ഹക്ക് അതിന് ശേഷം നമ്മുടെ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് പിന്നെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ മാറ്റാണ്ടായത് മാറ്റി
തിരിച്ച് ചമ്രവട്ടം ബസ്സിൽ കയറി ആലത്തൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് നടന്നിട്ടാണ് ഈ കോട്ടേഴ്സിലേക്ക് പോയത്. അപ്പം ഷാഫി അവിടെ വരാമെന്ന് പറഞ്ഞു. ഷാഫി വീട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ കുളിച്ച് റെഡി ആയിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ചിക്കൻ കറിയും സാധനം അവർക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണം എടുത്തിട്ട് പായം തലയണമായിട്ടാണ് ഈ പറഞ്ഞ കോട്ടേഴ്സിലേക്ക് എത്തിയത്. പിന്നെ അവരവിടെ അവിടെ ഇരുന്നു. അവർ പിന്നെ മദ്യപിച്ചു എന്നാണ് പറയുന്നത്. പുലർച്ചെ സമയത്ത് ഈ വീണ്ടും എണീറ്റ് മദ്യപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാൾ പിന്നെ ഈ പൈസ ചൊല്ലി തർക്കമുണ്ടായി. ഈ പൈസ ചൊല്ലി തർക്കമുണ്ടായ സമയത്ത് താരിഫുള്ള എന്താ വെച്ചാൽ അയാൾ ഇത്തിരി ഹെൽത്തിയാണ്. 30 വയസ്സേ ഉള്ളൂ. പിന്നെ നല്ല ജോലി ചെയ്യണതിനോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. ഇയാൾ ഒരു 57 വയസ്സോളം പ്രായമുണ്ട് ഷാഫിക്ക്. അപ്പോൾ ഇയാളുടെ മുഖം ശരിക്കും ഇഞ്ചുറി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ഇയാളുടെ തലയുടെ ഇടത്തെ ഭാഗത്ത് അതിൻ്റെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ് ഉണ്ടായിരുന്നത്. അതിന് പുറവശത്ത് പിന്നെ തല ശക്തമായിട്ട് ഇത് തറയിലടിച്ചിട്ടാണ് ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചുറി വന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്ക് ഹെമറേജ് ഉണ്ടായിരുന്നതാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഇത് നോർമലി ഒരു വീഴ്ചയിൽ ഉണ്ടാകുന്ന സംഭവമല്ല. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായാൽ മാത്രമാണ് ഈ തരത്തിലുള്ള മുറിവുണ്ടാവുള്ളൂ. അപ്പോൾ കഴുത്തിലുള്ള കണ്ടീഷനുണ്ട്. അപ്പോൾ കഴുത്തിൽ പിടിച്ച് പിന്നെ ശക്തമായിട്ട് തറയിലടിച്ചു. അത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുഖത്തിൻ്റെ താടി വെച്ചിട്ട് മുഖം ശരിക്കും നന്നായിട്ട് വരച്ച് ഫ്രണ്ട് വശം അയാൾ അടിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ മാരകമായിട്ട് മുറിവേൽപ്പിച്ചിട്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമ്മൾക്ക് ഇവർ 2 പേരാണ് അവിടെ ഉണ്ടായിരുന്നുള്ളതും ഇയാൾ മാത്രമാണ് എന്നാണ് നമ്മുടെ ഒരു പ്രാഥമിക നിഗമനം. കാരണം വെച്ചാൽ ഈ സംഭവം നടന്ന സമയത്ത് ഇവർ 2 പേരുണ്ടായാലും വാതിൽ അടച്ചിട്ടിരുന്നു. അതിനുശേഷമാണ് കണ്ടതിന് ശേഷം വാതിൽ പറഞ്ഞ ഇയാൾ പോയത്. ഇയാളുടെ പോക്ക് പന്തികേട് കാരണമാണ് ഇവർക്ക് സംശയം തോന്നി വീണ്ടും ഇവിടെ വന്ന് പരിശോധിച്ചു. അപ്പം ഇപ്പം നിലവിൽ ഇയാളെ നമ്മൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഒരു സൈക്കട്രിയുടെ കൺസൾട്ടേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വേറെ ഒന്നും കൊണ്ടല്ല, ആൾ മദ്യം കൂടുതൽ കഴിച്ചിട്ട് വരുന്ന ഒരു പിന്നെ പ്രശ്നമാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ സംഭവം ഇവിടെ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇയാൾ സ്വയം പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച കാര്യത്തിനും അതിന് കേസ് റിപ്പോർട്ട് അത് കൊടുത്തിട്ടുണ്ട് കോടതിക്ക്. അതിൻ്റെ പെർമിഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ അന്വേഷണം പാരലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊലപാതകത്തിൻ്റെ കാരണമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതൊക്കെ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടെ വരുന്നവർ പലരും ഈ ലഹരിയുടെ വലിയൊരു ഉപയോഗം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം കേരളത്തിൽ മുഴുവൻ തന്നെ പിന്നെ നമ്മൾ അതിഥി തൊഴിലാളികൾ പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്ത് ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ സമയത്തും കറക്റ്റായിട്ടുള്ള ID പ്രൂഫും ആരോ എഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഈ തരത്തിലുള്ള ഈ സ്വഭാവ ദൂഷ്യങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോലീസിനൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു റീകൺസിലിയേഷന് വേണ്ടി പറ്റും, അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് മാറ്റാനോ നമുക്ക് ഉതകും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുക. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് അവരെ പിന്നെ മൊബൈൽ നമ്പർ കിട്ടിയതും അവരെ ID പ്രൂഫും ഉള്ള കാരണമാണ് നമുക്ക് പ്രതിയിലേക്ക് എത്താൻ വേണ്ടി പറ്റിയത്. അതർവൈസ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കേസുകൾ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു സംഭവമാണ് നമുക്കിതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഒരു പൊതുജനങ്ങളോടെന്ന രീതിയിൽ ഇതൊരു മെസ്സേജ്. അതിപ്പം നമുക്ക് അറിയാം, തൊഴിലാളികളില്ലാണ്ട് നമുക്ക് കേരളം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയില്ല. ഏത് ജോലിക്കും അവരെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. എന്നിരിക്കലും അവരുടെ ഭാഗത്തെ ഈ നമ്മുടെ ഒരു സേഫ്റ്റിയും അതെ ജാഗ്രത എന്തായാലും തീർച്ചയായിട്ടും നമ്മളത് വേണം. നമ്മൾ ഈ വീടുകൾ കൊടുക്കുന്ന കാര്യത്തിലായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ നോക്കുന്നത്. ക്രൈമുകൾ കൂടുന്നെന്ന് പറഞ്ഞാൽ കൂടുതലെന്ന് വെച്ചാൽ ഇപ്പം വളരെ സുലഭമായിട്ട് ഈ മറ്റ് മദ്യം കൂടാതെ തന്നെ പലതും പിന്നെ ഡ്രഗ്സ് വല്ലാണ്ട് കയറി വരുന്നുണ്ട്. ഇവിടെ വരുന്ന ട്രെയിനിലായാലും മറ്റു അപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന സാഹചര്യമുണ്ട്. പിന്നെ ഇവർ വരുന്നൊരു പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ സ്ഥലത്തു നിന്നാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് അവരുടെ ഹാബിറ്റിൽ നിന്ന് മാറിപ്പോകാൻ പറ്റുന്നില്ല. കാരണം ആക്ച്വലി അവർക്ക് അവിടെ വളരെ സുലഭമായിട്ട് എവിടെയും കിട്ടാവുന്ന സാധനങ്ങളാണ്. ഇവിടെ വരുമ്പോഴും പിന്നെ അത് ഉപയോഗിക്കേണ്ട ആ രീതിയിൽ തന്നെ അവർ പിന്തുടർന്ന് പോരുകയാണ്. അതിനോടനുബന്ധിച്ച് വരുന്ന ക്രൈമുകളാണ് ഇത്തരത്തിലുള്ള ക്രൈമുകൾ കൂടുതൽ. കച്ചവടം ചെയ്യുന്ന രീതി ഇവിടെ ഉണ്ട്. അതും പലപ്പോഴും ഉണ്ട്. ചില വലിയ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ടും ഇവർ ഇത്തരത്തിലുള്ള കാര്യം, പിന്നെ കൂടുതലും വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ തരത്തിലുള്ള ആളുകളാണ് വരുന്നത്. അപ്പം അവർക്ക് ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്ന് അവർക്ക് അറിയില്ല. ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കുറച്ച് അവർ
അറിവില്ലായ്മയുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട്. ഈ കേസിൻ്റെ അടുത്ത നടപടികൾ എങ്ങനെ? ഇതിലിപ്പോൾ നമ്മുടെ അന്വേഷണ സംഘത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ ഇപ്പം ഈ കേസ് റിപ്പോർട്ടായ ഉടനെ തന്നെ നമ്മുടെ നമ്മുടെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്നുള്ള നമ്മുടെ ചൈത്ര തെരേസ ജോൺ മേഡമാണ് ഇങ്ങനെ ഒരു അതിന് ഏത് രീതിയിലാണ് അന്വേഷണം കൊണ്ടുപോകണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ വന്നത്. പിന്നെ തിരൂർ DYSP സിദ്ദിഖ് സാറ് എൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിച്ചത്. വെറുതെ അന്വേഷണം നടത്തുന്നത് ഞാനാണ്. എൻ്റെ ടീമംഗങ്ങളുണ്ട്. അത് അന്ന് ഇൻക്വസ്റ്റ് കണ്ടക്കുന്നത് ബിജു എന്ന് പറഞ്ഞ SI ആണ്. പിന്നെ അതുപോലെ അരുണൻ, രതീഷ്, ടോണി, അങ്ങനെ നമ്മൾ ഒരു ടീമായിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ കുറേയധികം എവിഡൻസ് നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. അതിപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലാണ്. കസ്റ്റഡിയിൽ വാങ്ങും. അത് ഇപ്പം നിലവിൽ അയാൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മൾ കസ്റ്റഡി വാങ്ങും. പിന്നെ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കും. ഓൾറെഡി നമ്മൾ പിന്നെ തെളിവുശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫിംഗർ പ്രിൻറ്റ്, ഡോഗ് സ്ക്വാഡ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ഫോട്ടോഗ്രാഫർ തുടങ്ങിയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് നമ്മൾ ചെയ്തിരുന്നു. വന്നതിൻ്റെയും പിന്നെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതൊക്കെയും പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേയധികം കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അതൊക്കെ അതെ ഈ അന്വേഷണം പിന്നെ ഇതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലാണ്. ഇനി പ്രത്യേക കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. ഇനി ഇത് കൂടാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ള കാര്യത്തിന് കൂടുതലായിട്ട് അന്വേഷണം നമ്മൾ നടത്തുന്നുണ്ട്. സാർ, മറ്റൊന്ന് നമ്മുടെ ഈ തിരൂർ പരിസര പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിൽ ഒരുപാട് മോഷണ കേസുകൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെങ്ങനെയാണ് അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോരുന്നുണ്ടോ? നമുക്ക് ഞാനിപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ചാർജ് എടുത്തിട്ടുള്ളൂ. നമ്മൾ വന്നതിന് ശേഷം റിപ്പോർട്ടായിട്ടുള്ള 3 കേസിൽ 3 നമുക്ക് കിട്ടി. മുമ്പുള്ള കേസുകളും നമ്മൾ അത് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ സാങ്കേതികവിദ്യ എത്രയോടെയും പിന്നെ പുരോഗമിച്ച കാരണം കൊണ്ട് തന്നെ നമുക്ക് മിക്കപ്പോഴും നമുക്ക് കിട്ടാൻ എല്ലാം മാക്സിമം കിട്ടുന്നുണ്ട്. നമുക്ക് കാരണം വെച്ചാൽ CCTV പിന്നെ അതുപോലുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ കേസുകൾ പിടിക്കുന്നത്. ഇപ്പോൾ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ നമ്മൾ എല്ലാം ഇപ്പം ത്രൂ ഔട്ടായിട്ട് നമുക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ക്ലബ്ബുകളും അതേപോലെ റെസിഡൻസ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ഒരു ബോധവൽക്കരണം നമ്മൾ നടക്കുന്നുണ്ട്. കുഞ്ഞ് വെക്കേഷനൊക്കെ ആവുമ്പോൾ അത് മോഷണം തടയാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രതമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ കുറച്ച് നിങ്ങളും അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിക്കപ്പോഴും ഈ വെക്കേഷന് പോണ സമയത്തൊക്കെയാണ് കൂടുതൽ. പിന്നെ മിക്കപ്പോഴും ഈ ഫ്രണ്ട് ഡോറൊക്കെ നമ്മൾ സേഫ് ആക്കിയിരുന്നു. ബാക്ക് ഡോറ് മിക്കപ്പോഴും വളരെ അലസായിട്ട് മിക്കവാറും ഈ പണിയായുധങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. ആളുകൾ ഹാൻഡി ആയിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടല്ല അത് ബ്രേക്ക് ചെയ്യണേ. നമ്മളവിടെ കിടക്കുന്ന ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ബ്രേക്ക് ചെയ്തലും ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ വെക്കേഷൻ ഇപ്പോൾ തുടങ്ങി. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടും ഞങ്ങൾ ഈ റെസിഡൻസ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട് ക്ലബ്ബുകളായിട്ട്. ഈ മോഷണം തടയുന്നതിനായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ ലഹരിയുടെ ഉപയോഗമുണ്ട് ധാരാളം. നമ്മൾ കോസ്റ്റൽ ഏരിയ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വരുന്നുണ്ട്. ഇതും ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്കമാണ് ഈ കൊലപാതകം എന്ന് പറയുന്നത്. അതെ ഇത് നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അയാൾ സ്ഥിരമായിട്ട് നല്ല പണിയെടുക്കുന്ന ഒരു കക്ഷിയാണ്. ഈ മദ്യം കഴിച്ചിട്ടുണ്ടായ കുറേ പ്രശ്നങ്ങളുണ്ട്.